നടൻ മനോജ് കെ ജയൻ്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ കെ ജയൻ്റെ വിയോഗമുണ്ടാകുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മനോജ് കെ ജയൻ്റെ ഭാര്യ ആശ പിതാവിൻ്റെ വിയോഗമറിഞ്ഞ് പൊട്ടിക്കരയുന്ന വീഡിയോയ്ക്ക് പരിഹാസ കമൻറ്റുകളുമായി വന്നിരിക്കുന്നു ചിലർ. ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടൻ മനോജ് കെ ജയൻ. 15-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ സ്വന്തം അച്ഛനെ പോലെയായിരുന്നു. അവളുടെ സ്നേഹപൂർവ്വമായ പരിചരണവും കളിതമാശകളുമൊക്കെയായിരുന്നു അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം. ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം ഏതാനും ചില വാക്കുകളിൽ പറയാനാവുന്നതല്ല. ആശ എൻ്റെ ജീവിതത്തിന് ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ടാക്കിത്തന്നു. എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും ആവശ്യമില്ലാത്തതിനെ നിസ്സാരമായി കാണാനും അവൾക്കുള്ള കഴിവ് ഏറെയാണ്. സമയക്കുറവ് കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാതെ വന്ന എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു. ബന്ധങ്ങൾക്ക് വില കൊടുക്കാനും അത് നിലനിർത്തിക്കൊണ്ടു പോകുവാനും അവൾക്കുള്ള കഴിവ് ഏറെ അതിശയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ അവളൊരു മരുമകളായിരുന്നില്ല, മകളായിരുന്നു. അച്ഛൻ്റെ വിയോഗം കൊണ്ട് അവൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയെയും അതിൻ്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത്. എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന, എന്തിനേയും വിമർശിക്കുന്ന മനസ്സുള്ള, ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാവാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നതുകൊണ്ട് ഫലമില്ല. മരണവാർത്തയറിഞ്ഞും തുടർന്നുള്ള മരണാനന്തര ചടങ്ങുകൾക്കും ഒരുപാട് സുഹൃത്തുക്കളും ചലച്ചിത്ര മാധ്യമ കലാപ്രവർത്തകരും എത്തിച്ചേർന്നിരുന്നു. കെ ജയൻ അച്ഛനെക്കുറിച്ച് പറയുന്നതിങ്ങനെ: എൻ്റെ അച്ഛൻ ഒരായുസ്സു മുഴുവൻ ബലം നൽകുന്ന അമൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ആഴത്തിലുറപ്പിച്ച അനുഭവങ്ങളും സമ്മാനിച്ച് കൊച്ചച്ഛൻ്റെ അടുത്തേക്ക് യാത്രയായി. അച്ഛൻ്റെ ശാന്തത, ധൈര്യം, കാരുണ്യം എന്നിവ അദൃശ്യമായ ഭാഷയിലൂടെ പറഞ്ഞു തീർത്ത വിജ്ഞാനശകലങ്ങളാണ്. അച്ഛൻ്റെ നിശബ്ദതകൾ പോലും അർത്ഥവത്തായ സംവാദങ്ങളായിരുന്നു എന്നത് അച്ഛൻ്റെ വേർപാടിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. അച്ഛൻ ഭാഗ്യവാനായിരുന്നു. നേടാവുന്നതെല്ലാം നേടി. പത്മശ്രീ പോലെയുള്ള ദേശീയ ബഹുമതികളും മറ്റനേകം അംഗീകാരങ്ങളും നേടി. ആഗ്രഹിച്ചതുപോലെ ആസ്വദിച്ച് ജീവിച്ചു. പൂർണ്ണായുസ്സോടെ ജീവിച്ച് വിഷ്ണുപാദം പൂകി. മാത്രമല്ല, സ്വന്തമായ ശൈലിയിലുള്ള ഈണവും ആലാപനവും കൊണ്ട് ഭക്തമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിക്കുമെന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്.